ഇന്നലെ മുതൽ സന്തോഷ് കെ നായർ എന്ന മലയാളികളുടെ പ്രിയപ്പെട്ട വില്ലനും സഹനടനുമായി തിളങ്ങിയ താരത്തിൻ്റെ മരണവാർത്തയും മരണവീഡിയോവും കണ്ടു കഴിയുമ്പോൾ എല്ലാവരുടെ മനസ്സിലും തങ്ങി നിൽക്കുന്ന ഒരു മുഖം, അദ്ദേഹത്തിൻ്റെ ഏക മകളുടെ മുഖം. ഡോക്ടറാണ് കക്ഷി. വളരെയധികം നന്നായി പഠിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും അഭിമാനത്തോടെ ജീവിക്കുകയായിരുന്നു ആ പെൺകുട്ടി. അച്ഛൻ്റെ പ്രിയപ്പെട്ടവളാണ്. വളരെ ചെറുതിലെ അവളെ ഡോക്ടറാക്കണമെന്നത് അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു. കാണുന്നവരോടെല്ലാവരോടും പറയും, ഞാൻ എൻ്റെ മകളെ ഡോക്ടറാക്കുമെന്ന്. അവസാനം അച്ഛൻ്റെ ആഗ്രഹം പോലെ അവളൊരു ഡോക്ടറായി. കാര്യം സാധിക്കാൻ അച്ഛനെ സോപ്പിട്ടാണ് എപ്പോഴും മകൾ നിൽക്കാറുള്ളത്. എല്ലാ പെൺമക്കളും അങ്ങനെ തന്നെ. അമ്മ അധ്യാപികയായതുകൊണ്ട് തന്നെ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. സ്കൂൾ അധ്യാപികയായതുകൊണ്ട് പറയേണ്ട കാര്യമില്ല. എന്നാൽ മകൾ എല്ലാ കാര്യങ്ങളും സാധിച്ചെടുത്തിരുന്നത് അച്ഛനോട് ചോദിച്ചിട്ടാണ്. അച്ഛനെ കാണാൻ ടെററായിരുന്നുവെങ്കിലും മകളോട് വളരെയധികം വാത്സല്യം നിറഞ്ഞൊരു സ്വഭാവമായിരുന്നു. എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ആ ശൈലി തന്നെയാണ്. എപ്പോഴും അത്തരത്തിലുള്ള സംസാരം, എപ്പോഴും അങ്ങനെ അകമഴിഞ്ഞു നിൽക്കുന്ന സ്വഭാവം, അതാണ് അദ്ദേഹത്തിനെ പറ്റി എല്ലാവർക്കും പറയാനുള്ളത്. അത്രമാത്രം പ്രേക്ഷകരാണ് ഓരോ തവണയും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നതിനുള്ള കാരണവും ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെയാണ് എന്ന് പറയാം. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ഇത്തരം വാർത്തകൾ കേൾക്കാനായി. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ജീവനോടെ ഇല്ല എന്ന് കേൾക്കുമ്പോഴാണ് സങ്കടം. ആ മകൾ തന്നെയാണ് ഇനി ആ വീടിൻ്റെ കരുത്ത്. ഡോക്ടറാണ്, മരുമകനുണ്ട്, വിവാഹം കഴിഞ്ഞ കുട്ടിയാണ്. അമ്മയെ ഇനി പൊന്നുപോലെ നോക്കേണ്ടതും ആ മകൾ തന്നെ. അമ്മയുള്ളപ്പോൾ കരയില്ല, കാര്യങ്ങളെല്ലാം ഓടി നടന്ന് ചെയ്യും. അച്ഛന് ചിത കത്തിക്കാനൊക്കെയുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ അമ്മയുടെ അരികിലല്ലാത്തപ്പോൾ അച്ഛനെ കണ്ടാൽ വിങ്ങിപ്പൊട്ടും. അമ്മയുടെ അരികിൽ നിന്ന് മാറിയാൽ അമ്മയൊന്ന് നോക്കിയേക്കണേ എന്ന് പറഞ്ഞ് മാത്രമേ ആ ഇരിപ്പിടത്തു നിന്ന് എഴുന്നേൽക്കൂ. അത്രയേറെ സ്നേഹം. വെറുതെ സ്നേഹമെന്ന് പറഞ്ഞാൽ പോരാ, അത്രയേറെ ആത്മാർത്ഥതയുള്ള സ്നേഹം. അങ്ങനെ തന്നെ എടുത്തു പറയണം. അതാണ് ഇത് കാണുമ്പോൾ മനസ്സിലാവുകയും ചെയ്യുന്നത്. മകളുടെ ആ സ്നേഹം വെറുതെയല്ല. ഇന്നലെ രാവിലെ പുലർച്ചെയായിരുന്നു അപകടം നടന്നത്. ഇനോവയും ടിപ്പറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഇനോവയ്ക്ക് ഫ്രണ്ടിലൊന്നും തന്നെ എടുക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. അങ്ങനെ അകത്ത് 2 ആളുകളുണ്ടെന്ന് മനസ്സിലായി അവിടെയുള്ള നാട്ടുകാരെല്ലാം വാതിൽ തല്ലിപ്പൊളിച്ചാണ് പുറത്തെടുത്തു കഴിഞ്ഞപ്പോഴാണ് ഈ നടനെന്ന് മനസ്സിലായത്. നടൻ്റെ ഭാര്യയെക്കുറിച്ച് പ്രേക്ഷകർക്ക് അധികം അറിയില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് ഭാര്യയാണെന്ന് തിരിച്ചറിഞ്ഞതും അദ്ദേഹത്തിൻ്റെ ഗുരുതരാവസ്ഥ അറിയിച്ചതും. അങ്ങനെ ചികിത്സ തേടിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഹൃദയാഘാതം സംഭവിച്ചത്. ബോഡി പെട്ടെന്ന് കൊളാപ്സ് ആവുകയായിരുന്നു. പെട്ടെന്ന് മരുന്നുകളോട് പ്രതികരിക്കാതെയായി. പെട്ടെന്ന് വിഷമത്തിലേക്ക് പോയി. പെട്ടെന്ന് തന്നെ മരണവും വന്നു. അധികം വേദനയും അനുഭവിച്ചില്ല. അങ്ങനെ കിടക്കാനും സാധിച്ചില്ല. പെട്ടെന്നുള്ള ഒരു അപകട മരണം, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. ഇത്തരത്തിൽ അപകട മരണങ്ങൾക്ക് ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ അത് സ്വാഭാവികമായി കുറച്ച് കഴിയുമ്പോൾ അതൊരു ഹാർട്ട് അറ്റാക്കായി മാറുന്ന സാധ്യത ഉണ്ട്. അത് ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. അത്തരത്തിലൊരു പ്രവണത തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇവിടെയും നടന്നത്.